സ്രാവ് മുളകിട്ട് വറ്റിച്ചതിൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്ന് ഇവിടെ കാണിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ ചെയ്യാറ് തേങ്ങ വറുത്തരച്ചിട്ട് സ്രാവ് കുടംപുളിയൊക്കെ ഇട്ടിട്ട് വെക്കാറുണ്ട്, അതേപോലെ മുളകിട്ടിട്ടും വെക്കാറുണ്ട്. ഈ രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സ്രാവിനെ മുറിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക. അതേപോലെ തന്നെ കുറച്ച് ഒരു കട്ടിക്കും വേണം കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, അതേപോലെ വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളക്, കുറച്ച് പുളിവെള്ളം വേണം, അതേപോലെ ഒരു തക്കാളിയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചട്ടിയിലാണ് ഞാനിതിവിടെ റെഡിയാക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കണം, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അതിലേക്ക് വലിയ ഉള്ളിയും കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എരിവിനായിട്ട് കൂടുതലും ഇട്ട് കൊടുക്കുന്നത് ഉണക്കമുളക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒത്തിരി അങ്ങോട്ട് മൂപ്പിച്ച് കളയൊന്നും വേണ്ട, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി അതിലേക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് മീനെല്ലാം ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം അതിലേക്ക് പുളിവെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. കുടംപുളി ഇട്ടിട്ട് ഞാൻ ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയതാണ്, അത്ര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ പുളിവെള്ളത്തിൽ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് കഴിക്കാനായിട്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വളരെ കുറച്ച് വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, അങ്ങനെയാണെങ്കിൽ മീനെല്ലാം വെന്ത് പൊടിഞ്ഞു പോവും, പിന്നെ വെള്ളം വറ്റാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, ഒത്തിരി അങ്ങോട്ട് മുങ്ങിക്കിടക്കണ പരുവത്തിലും വേണ്ട. അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. എന്നിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വേണം ഇതിനെ വേവിച്ചെടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റായി ഞാനിതിവിടെ അടച്ചു വെച്ചിട്ട് വേവിക്കാൻ തുടങ്ങിയിട്ട്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിലെല്ലാം കരിഞ്ഞു പിടിക്കും. ഇനി ഇതിനൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാതെ അതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഗ്രേവിയിൽ തന്നെ കിടന്നിട്ട് അത് വെന്ത് വരും. ഇനി അങ്ങനെ വെള്ളമൊന്നും വേണ്ട ഇതിലോട്ട്. ഇപ്പോൾ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളകിന് എരിവൊന്നുമില്ല, ഞാൻ ചുമ്മാ ഇട്ട് കൊടുത്തെന്നുള്ളൂ. ഇനി വീണ്ടും ഒന്നും കൂടി തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ഉണ്ടാകുന്ന നോക്കിയിട്ട് അതൊക്കെ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ എന്ന് പറയാൻ നല്ല പൊടി ഉപ്പ് തന്നെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൽ അലിഞ്ഞ് ചേരാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇനി ഒന്നും കൂടി നന്നായിട്ട് അതിൻ്റെ ഗ്രേവി ഒന്ന് നന്നായിട്ട് ഇനി തുറന്ന് വെച്ച് വേവിച്ചാൽ മതി. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മീൻ വെന്തെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തുറന്ന് വെച്ചിട്ട് വേണം ഇതിൻ്റെ ഗ്രേവി എല്ലാം വറ്റിച്ചെടുക്കാനായിട്ട്. അപ്പോൾ മീൻ വെന്തോ ഇല്ലേ എന്നുള്ള അറിയാനായിട്ട് ഒരു കഷ്ണമൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ ഉണക്കമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ട് ഞാൻ കൂടുതലും ഇട്ട് കൊടുക്കുന്നത് ഇതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് എടുത്ത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അടച്ചു വെച്ചിട്ടൊന്നും വേവിക്കൊന്നും വേണ്ട. ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അങ്ങ് അടച്ച് വെക്കുക. 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് അടഞ്ഞിരിക്കട്ടെ. പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. പലർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് അങ്ങനെ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇത് ഇങ്ങനെ വറ്റിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എത്ര ഇഷ്ടമില്ല എന്ന് പറഞ്ഞവരും ഇത് കഴിച്ചു പോകും, അത്രയും നല്ല ടേസ്റ്റാണ്. ഇതിൽ പുളിയും ഉപ്പും എരിവും എല്ലാം നന്നായി പിടിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിലെല്ലാം നന്നായി പിടിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.